സ്പ്ലാഷ് വെറൈറ്റീസ്, കിടിലൻ വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്പ്ലാഷ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരെയും മോഹിപ്പിക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു വെരിഗേഷനും ഒക്കെയാണ് നമുക്ക് റഫറൻസ് പിക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ പിന്നിലെ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർക്കിഡ് ലവേഴ്സ് തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പൊ ചില വെറൈറ്റീസ്, ചിലത് നല്ല സ്പ്ലാഷ് വെറൈറ്റീസ് എല്ലാം തന്നെ 5% മ്യൂട്ടേഷൻ, 15% മ്യൂട്ടേഷൻ ഒക്കെ നമ്മുടെ ടാഗിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണും. അപ്പൊ ഇപ്പൊ ഇത് ഡെൻ സ്പ്ലാഷ് 66 എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ്. അപ്പൊ വളരെ കുഞ്ഞു സീഡ്ലിങ്സ് തന്നെയാണ് നമുക്ക് സ്പ്ലാഷിന് വരാറുള്ളത്. അതേപോലെ നല്ല ഹെൽത്തി ആയ ഒരു ചെറിയ സീഡ്ലിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ടാഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡെൻ സ്പ്ലാഷ് 66 എന്നുള്ളത് അതിന്റെ ഒരു കോഡാണ്, അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റിയുടെ ഐഡിയ ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മാക്സിമം പോസിബിൾ സ്പ്ലാഷ് ഓൺലി 5% എന്ന് കൂടെ ഒരു നോട്ട് ഉണ്ട്. അതായത് ഈ ഒരു സീഡ്ലിങ്ങിൽ മാക്സിമം 5% ആണ് സ്പ്ലാഷ് വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു 100 പ്ലാന്റില് 5% പ്ലാന്റിനാണ് ഈ ഒരു റഫറൻസ് പിക്കിൽ കാണുന്ന പോലെ തന്നെ സ്പ്ലാഷ് വരാൻ സാധ്യതയുള്ളൂ. ബാക്കി പ്ലാന്റ്സ് ചിലപ്പോൾ പ്ലെയിൻ കളറിൽ വിരിയാം, ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ സ്പ്ലാഷ് ആയിട്ട് വിരിയാം. അപ്പോൾ അതൊരു ഭാഗ്യപരീക്ഷണമാണ്. ഈ സ്പ്ലാഷ് വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിർന്നിട്ട് വേണം നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ 5% മ്യൂട്ടേഷൻ, 5% സ്പ്ലാഷ്, അല്ലെങ്കിൽ ചില പ്ലാന്റുകളിൽ നമുക്ക് നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന കളർ കോമ്പിനേഷനിൽ റഫറൻസ് പിക്ക് വരാം. അപ്പോൾ ഈ സ്പ്ലാഷ് വെറൈറ്റികളുടെ പിന്നിലൊക്കെ ഇങ്ങനെ ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട്.